ഇപ്പോൾ ജോസിൽ കൂടി ഇടുക്കിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഇടുക്കിയിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു മഴയുടെ സാഹചര്യമെന്ന്. റെഡ് അലർട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജോസിൽ എവിടെ? ജോസിലെവിടെ? മനു, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മഴയുണ്ടോ? എന്താണ് കൊട ചൂടി നിൽക്കുന്നത്? അതുകൊണ്ട് തന്നെ നല്ല മഴയുണ്ടെന്ന് തോന്നുന്നല്ലേ? എന്താണ് സ്ഥിതി? മനു, ഇപ്പോൾ തൊടുപുഴ മേഖലയിൽ ഒരു ചാറ്റൽ മഴയാണ് നിലനിൽക്കുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി ഹൈറേഞ്ച് മേഖലയിലായിരുന്നു ശക്തമായ മഴ പെയ്തത്. ലോ റേഞ്ചിൽ നമ്മുടെ തൊടുപുഴയിൽ അത്ര വലിയ മഴയൊന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രിയിൽ നേരിയ തോതിലുള്ള മഴയുണ്ടായിരുന്നു തൊടുപുഴയിലും. എന്നാൽ കളക്ടർ ഏറെ വൈകിയാണ് ഇന്ന് ഇപ്പോൾ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചത്. എല്ലാവരും ഉറക്കമായോ എന്നൊക്കെ ചോദിച്ച് വളരെ സൗഹൃദത്തോടു കൂടി ഈ അവധി പ്രഖ്യാപിക്കാൻ വൈകിയതിന് ഒരു ഖേദപ്രകടനമൊക്കെ നടത്തിയാണ് കളക്ടറുടെ ഫേസ്ബുക്ക് പേജ് കുറിപ്പ് വന്നിരിക്കുന്നത്. ഏതായാലും അതിൻ്റെ അടിയിൽ ധാരാളം കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇത് കാത്തിരിക്കുകയായിരുന്നു കുട്ടികളൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇത് കളക്ടർ ഇത് പ്രഖ്യാപിക്കാൻ കാത്തിരിക്കുകയായിരുന്നുള്ള രീതിയിൽ അതിന് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ പോസ്റ്റ് വൈറലായിരുന്നു. ജോസ്ലി കളക്ടറുടെ കാര്യം പറയുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ആളുകൾ എന്ത് പറ്റി? ഹെഡ്സെറ്റ് താഴെ പോയോ? കുഴപ്പമില്ല, പറഞ്ഞു. ആണോ? വേണമെങ്കിലും എടുത്തോ, കുഴപ്പമില്ല. ഞാൻ ആ സമയത്ത് സംസാരിച്ചോളാം. ഹെഡ്സെറ്റ് എടുത്തോ, പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ സ്വാഭാവികമല്ലേ. ഞാനാണ് ഈ സംസാരിക്കുമ്പോൾ സ്ഥിതി ഇത് ചെവിയിൽ നിന്ന് പോകുന്നതാണ്. ഗുഡ് മോർണിംഗ് കേരളം പുറത്തുനിന്ന് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ഈ സുഹൃത്തുക്കൾ, നമ്മുടെ പ്രേക്ഷകർ പലരും എറണാകുളത്തു നിന്നൊക്കെ ചോദിക്കുന്നുണ്ട്, എറണാകുളത്ത് എന്താണ് അവധി പ്രഖ്യാപിക്കാത്തത് എന്നൊക്കെ നമ്മുടെ പലരും ചോദിക്കുന്നു. ഇപ്പോൾ ജോസിൽ പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വരികയാണ് ചെയ്തത്. ബാക്കി തുടരാം. ഏതായാലും ഈ ഇടുക്കി മേഖലയിൽ ഇപ്പോൾ ഞാൻ ഹൈറേഞ്ച് മേഖലയിലേക്ക് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മഴ കുറഞ്ഞു നിൽക്കുകയാണ്. കളക്ടർ അവധി പ്രഖ്യാപിക്കാൻ കാത്തിരുന്നു, ഇവിടെ മഴ കുറയാൻ എന്നുള്ള രീതിയിലാണ് ചിലരൊക്കെ പ്രതികരിക്കുന്നത്. ഹൈറേഞ്ച് മേഖലയിൽ അതിശക്തമായ മഴ ഇന്നലെ വൈകിട്ട് മുതൽ രാത്രി ഒരു 12 മണി വരെ നല്ല രീതിയിൽ മഴ പെയ്തു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണെങ്കിൽ പോലും ഈ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. ഏതായാലും ഇപ്പോൾ അവിടെ ഹൈറേഞ്ച് മേഖലയിൽ മഴയ്ക്ക് ശമനമുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്നലെ മഴ കുറഞ്ഞു നിൽക്കുന്ന തൊടുപുഴ മേഖലയിൽ നേരിയ ചാറ്റൽ മഴ, നേരിയ തോതിലുള്ള മഴ ആരംഭിച്ചിട്ടുമുണ്ട്. ഹൈറേഞ്ച് മേഖലയിൽ അതോടൊപ്പം തന്നെ ഈ കനത്ത മൂടൽ മഞ്ഞ്, കോട ഇറങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊരു അപകട സാധ്യതയാണ്. ഇപ്പോൾ ഈ റോഡുകൾ കാണാതെ ഈ മഴ ചെറിയ ചാറ്റൽ മഴയാണെങ്കിൽ അതിനൊപ്പം തന്നെ കോടമഞ്ഞ് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ വിനോദസഞ്ചാര മേഖലയിലേക്ക് പരിചയമില്ലാത്ത ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ അപകട സാധ്യത. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഒരു സുഹൃത്ത് നമ്മളോട് ചോദിക്കുകയും ചെയ്തു, മൂന്നാറിലേക്കൊക്കെ യാത്രാവിലൊക്കെ ഉണ്ടോ, ഇപ്പോൾ പോകാൻ കഴിയുമോ എന്ന് സുധി എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇടുക്കി എന്ന് പറയുമ്പോൾ ആദ്യം പുറനാട്ടുകാരുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് മൂന്നാറും അതുപോലെ തന്നെ ഈ പറയുന്ന രസകരമായ ഹിൽ സ്റ്റേഷനുകളൊക്കെ ആണല്ലോ. അപ്പോൾ അങ്ങോട്ടേക്കൊക്കെ യാത്രാവിലക്കും അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പോൾ ഈ കോട്ടയം ജില്ലയുടെ ഇലവീഴ, പൂഞ്ചിറ, ഇല്ലിക്കക്കല്ല്, അങ്ങനെ അതുപോലെ തന്നെ വാഗമൺ റൂട്ടിലേക്കൊക്കെയുള്ള റോഡിലൂടെയുള്ള യാത്രയ്ക്ക് വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇപ്പം കോട്ടയത്ത് നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം ഇടുക്കി ജില്ലയിൽ നിന്നും അത്തരത്തിലുള്ള കുറിപ്പുകൾ കളക്ടറുടെ ഭാഗത്ത് നിന്ന് അവധി പ്രഖ്യാപിച്ചത് തന്നെ ഏറെ വൈകിയാണ്. അപ്പോൾ ഇടുക്കി കളക്ടറുടെ അപ്ഡേറ്റ് ഇനി വരാനിരിക്കുന്നുണ്ടായിരിക്കും. ഏതായാലും നിയന്ത്രണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം പ്രധാനമായിട്ടും ഈ മണ്ണിടിച്ചിൽ സാധ്യത, അതുപോലെ തന്നെ ഈ കോടമഞ്ഞ് ഇറങ്ങി യാത്രയ്ക്ക് ഈ ഗതാഗതത്തിന് തടസ്സമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ മരം വീഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. ഇപ്പോൾ ഹൈറേഞ്ചിലാണെങ്കിലും തോട്ടം തൊഴിലാളികൾക്കിടയിലും ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം ഈ കോടമഞ്ഞ് ഇറങ്ങി നിൽക്കുന്നു തോട്ടങ്ങളിൽ. അതോടൊപ്പം തന്നെ ഈ മരം, ഈ തോട്ടങ്ങളിലും തേയിലത്തോട്ടങ്ങളിലും ഒക്കെ വലിയ മരങ്ങളുണ്ട്. ആ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുന്നതിനൊക്കെ ഒരു സാഹചര്യമുണ്ട്. ഏതായാലും തമിഴ്നാട്ടിൽ നിന്നടക്കം ഹൈറേഞ്ച് മേഖലയിലേക്ക് തൊഴിലാളികൾ എത്തേണ്ട സമയമാണിപ്പോൾ. ഈ ഒരു സാഹചര്യത്തിൽ ഈ തൊഴിലാളികൾക്കടക്കം ചില നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം മഴ തുടരുകയാണെങ്കിൽ കനത്ത മഞ്ഞ് വീഴ്ചയും അതുപോലെ തന്നെ ഈ മരം വീഴ്ചയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മനു, ശരി, ഓക്കെ, താങ്ക് യു. ജോസിലാണ് ഇടുക്കിയിൽ നിന്ന് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. ഏതായാലും ഇടുക്കിയിൽ മഴ പെയ്തും കുറച്ച് മാറിയൊക്കെ നിന്ന് അങ്ങനെ ഓടിക്കളിക്കുകയാണ്. അതാണ് ഇടുക്കിയിൽ നിന്ന് ജോസിൽ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.